കൂടത്തായി കൊലപാതക കേസിൽ പ്രതി ജോളിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജോളി പ്രതിയായ 2 കേസുകളിലെ ജാമ്യഹർജികളാണ് കോടതി പരിഗണിച്ചത്. സാലി മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങളുമായി. സാലി, എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയത്? കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇത് തരത്തിലായിരുന്നു. കീർത്തി, അതായത് 6 കേസുകളാണ് ജോളിക്കെതിരെയുള്ളത്. അതിൽ ചില കേസുകളുടെ ജാമ്യഹർജികൾ നേരത്തെ തന്നെ തള്ളിയിരുന്നു. ശേഷിക്കുന്ന 2 കേസുകളുടെ ജാമ്യഹർജികളാണ് ഇന്ന് കോടതിയിലെത്തിയത്. അതായത് ഹൈദരാബാദ് ഫോറൻസിക് ലാബിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഇതുവരെ ലഭ്യമാവുകയോ അവ തെളിവായി കോടതിയിൽ ഹാജരാക്കുകയോ പ്രോസിക്യൂഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ജയിലിലടയ്ക്കുന്നത് നീതിയല്ല. അതുകൊണ്ട് ജാമ്യം നൽകണം. ഇതായിരുന്നു പ്രതി ജോളിയുടെ വാദം. പക്ഷേ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ കാര്യം, ഇവർ വളരെ ക്രൂരമായ കൊലപാതക പരമ്പര നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന പരിഗണന പോലും ഇവർ അർഹിക്കുന്നില്ല. മാത്രവുമല്ല, ഇവർക്കെതിരെയുള്ള വിചാരണ കോഴിക്കോട് കോടതിയിൽ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നത് ഉചിതമല്ല. അതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. ഒടുവിൽ പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ജോളിയുടെ ജാമ്യഹർജി തള്ളിയത്. ഏതായാലും ഇപ്പോൾ ഏതാണ്ട് എല്ലാ കേസുകളിലും തന്നെ 6 കേസുകളിലും തന്നെ പല ഘട്ടങ്ങളിലായി ജോളിയുടെ ജാമ്യഹർജികൾ ഹൈക്കോടതിയിൽ തന്നെ എത്തിയിരുന്നു. അത് വിചാരണ കോടതി തള്ളിയതിനെ തുടർന്ന് അപ്പോൾ ഇനി ഹൈക്കോടതി ഏതാണ്ട് എല്ലാ ജാമ്യഹർജികളും തള്ളിയ പശ്ചാത്തലത്തിൽ ഇനി ജോളിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം കുറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുമെന്നതാണ് സാഹചര്യം. ശരി, സാലിയാണ് ആ വിവരങ്ങൾ നൽകി.